ലോകരക്ഷകനായ കർത്താവ് ഈ മണ്ണിലേക്ക് പിറന്നു വീണ് പാപത്തിന്റെ പരിഹാരം നമുക്ക് നൽകി തരുവണ്ടക്കൊണ്ട് ഇടയായി തീർന്ന് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ മനുഷ്യനോടുകൂടെ ജീവിക്കുവാനും മനുഷ്യനോടുകൂടെ സന്തോഷം പങ്കിടുവാനും മനുഷ്യനെ സ്നേഹിപ്പാനും അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും മനുഷ്യരോട് നടന്ന ഈ ലോകത്തിൽ നമുക്ക് കാണിച്ചു തരുവാനും ഇടയായി തീർന്ന യേശുവിന്റെ സന്ദേശം ഇത് സകല രോഗികളെ സൗഖ്യമാക്കുന്ന സന്ദേശമാണ്. ഇത് സകല മനുഷ്യരെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്ന സന്ദേശമാണ് സത്യസുവിശേഷം. ഇത് ലോകത്തിലുള്ള സകല മനുഷ്യനും ഈ സന്ദേശം ആവശ്യമായിട്ടുള്ളതാണ് എന്ന് ഞാൻ ആദ്യം നിങ്ങളെ ഓർപ്പിക്കുകയാണ്. ഇത് ക്രിസ്ത്യാനിയുടെ സന്ദേശം മാത്രമല്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒരുപക്ഷെ ഭവനത്തിന്റെ അകത്തളത്തിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ചിന്തിച്ചേക്കാം, ക്രിസ്ത്യാനിയുടെ സന്ദേശമാണ് ഈ പറയുന്നത് എന്ന്. അല്ല പ്രിയ സ്നേഹിതരെ, വാത്സല്യമുള്ളവരെ, സഹോദരരെ, ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ ആരാണ് ക്രിസ്ത്യാനി? ഈ ലോകത്തിൽ ഒത്തിരി ക്രിസ്ത്യാനികളുണ്ട്, അത് സത്യമാണ്. പക്ഷേ അവന്റെ സത്യം അറിഞ്ഞ് അവന്റെ കൽപ്പന പ്രമാണിക്കുന്നവനാണ് ക്രിസ്ത്യാനി. ഏത് മതമായാലും ഏത് മാർഗമായാലും ഏത് ഭാഷയായാലും ഏത് വംശമായാലും അവന്റെ കൽപ്പനകളെ പ്രമാണിച്ച് അവന്റെ പാത പിൻപറ്റുന്ന സത്യത്തിലും നീതിയിലും ഈ ലോകത്തിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് ക്രിസ്ത്യാനി. അവനെയാണ് ക്രിസ്തു ആഴമായി സ്നേഹിക്കുന്നത്. ഈ ലോകത്തിലുള്ള സകലതും ഉണ്ടാകട്ടെ 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 എന്ന് പറഞ്ഞ് ഈ ലോകത്തെ സകലതും സൃഷ്ടിക്കപ്പെടുവാൻ ഇടയായി കഴിഞ്ഞപ്പോൾ അതിനെ വാഴുവാൻ തക്കവണ്ണം ഒരു മനുഷ്യനെ വേണമെന്ന് കർത്താവായ യേശു ക്രിസ്തു ആഗ്രഹിച്ചു. അപ്പോൾ കർത്താവ് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞില്ല. നിലത്തിലെ പൊടിയെടുത്ത് അത് കുഴച്ച് പാകമാക്കി കുശവൻ ചക്രത്തിന്മേൽ കളിമണ്ണ് കൊണ്ട് പാത്രം ഉണ്ടാക്കുന്നത് പോലെ അത് കുഴച്ച് പാകമാക്കി അവന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും അവന്റെ കൈ കൊണ്ട് തന്നെ മനുഷ്യനെ ഉണ്ടാക്കി നല്ലതൊന്ന് കണ്ടു. മൂക്കിൽ ജീവശ്വാസമൂടി ജീവനുള്ള മനുഷ്യനായി തീർന്നു. ഈ ലോകത്തിലുള്ള സകലത്തെയും വാഴുവാൻ അവൻ അധികാരം കൊടുത്തു. ആ മനുഷ്യൻ പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി എന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ പാപം ചെയ്ത് മനുഷ്യൻ ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തി തോന്നിയതുപോലെ ബോധിച്ചതുപോലെ ഈ ലോകത്തിൽ ജീവിച്ചു. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ഈ ലോകത്തെ സ്നേഹിച്ചു. ഈ ലോകത്തിലുള്ള സകല മനുഷ്യവർഗത്തെ സ്നേഹിച്ചതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ മനുഷ്യനായി ജന്മമെടുക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നത്. സ്വർഗീയ മഹിമ വെടിഞ്ഞ് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നവനായ കർത്താവ്, സ്വർഗീയ സിംഹാസനത്തിൽ ഇരുന്നവനായ കർത്താവ് വചനം ജഡമായി ഈ ഭൂമിയിൽ ജനിക്കപ്പെട്ടവനായ കർത്താവ് ലോകം അവനെ ക്രൂശിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. 30-ാമത്തെ വയസ്സിൽ അവൻ യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനമേൽക്കുവാൻ കടന്നു ചെന്നപ്പോൾ വെളിപ്പാട് പ്രാപിച്ചവൻ, ദർശനം പ്രാപിച്ചവൻ, ദൈവത്തിന് മുമ്പേ വഴിയൊരുക്കുവാൻ വന്നവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അവന്റെ ചെരുപ്പിന്റെ വാറഴിക്കുവാൻ പോലും ഞാൻ യോഗ്യനല്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചവനായ യോഹന്നാൻ അവന്റെ കൈക്കീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് മുങ്ങിക്കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ ഇവന്റെ ശരീരത്തിൽ വന്നു. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേട്ട് ഇവന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊടുക്കുക. അവിടെ മുതല്
യേശുവിനെ എല്ലാവരും അറിയുവാണ്ടക്കൊണ്ട് ഇവിടെയായി ഇവൻ ഒരു അസാധാരണ മനുഷ്യനാണ്. സാധാരണ മനുഷ്യനല്ല. ഇവൻ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവ് പോലെ നിന്റെ മേൽ വന്നിരിക്കുകയും ആകാശം പിളർന്നൊരു ശബ്ദവും കേട്ടപ്പോൾ മനുഷ്യൻ അത്ഭുതപ്പെട്ടു, ആശ്ചര്യപ്പെട്ടു. 33 തിരുവയസ് വരെ ഭൂമിയുടെ പരപ്പിൽ കർത്താവ് ജീവിച്ചു. 30-ാമത്തെ വയസ്സ് മുതൽ അവനെ അറിഞ്ഞു ലോകത്തിന് അവനെ വെളിപ്പെടുത്തി കൊടുത്തു. സ്വന്തം പിതാവ് തന്റെ പുത്രനെ ആദരിക്കാതെ ഈ ഭൂമിയിലേക്ക് നൽകി തരുവാണ്ടക്കൊണ്ട് ഇവിടെ അതിന്റെ കാരണം സകല മനുഷ്യനും പാപം ചെയ്ത് ദൈവത്തിന്റെ തേജസ് നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായി തീർന്നത്. യേശുക്രിസ്തു ജനിക്കുന്നതിന് 750 വർഷങ്ങൾക്ക് മുമ്പേ സത്യവേദപുസ്തകത്തിലുള്ള പ്രവാചകൻ ഇങ്ങനെ പ്രവചിച്ചു പറഞ്ഞു. 750 വർഷങ്ങൾക്ക് മുമ്പെയാ നമുക്കൊരു ശിശു ജനിക്കുവാൻ പോകുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കുന്നു. നീതിയോടെ അവൻ ലോകത്തെ ന്യായം വിധിക്കുമെന്നുള്ള പ്രവചനം പ്രവചിച്ചു. 750 വർഷങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ യേശു ഈ ഭൂമിയിൽ ജനിക്കുവാനിടയായി തീർന്നത്. അതിശയകരി 33 വയസ്സ് വരെ ഭൂമിയിൽ ജീവിച്ച് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ ചെയ്ത് മനുഷ്യനെ ബോധ്യപ്പെടുത്തുവാണ്ടപ്പോൾ നമ്മുടെയായി തീർന്നു. റോമാ പടയാളികളുടെ കയ്യിൽ പിടിക്കപ്പെട്ട് റോമാ കോടതികളിലൊക്കെ അവനെ വിസ്തരിച്ചപ്പോഴും കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞിട്ടും റോമാ ഗവൺമെന്റ് അവനെ വിടുവാൻ ഉത്തരവ് പുറപ്പെടുവിച്ചപ്പോഴും ജനസമൂഹം അവനെ ക്രൂശിക്കാൻ ആഘോഷിച്ചു. ജനത്തിന്റെ കയ്യിൽ യേശുവിനെ റോമാ ഗവൺമെന്റ് ഏൽപ്പിച്ചു കൊടുത്തു. അവർ ചാട്ടവാർ കൊണ്ടടിച്ച് ശരീരഭാഗങ്ങൾ മുഴുവനും കീറി മുറിച്ചു. ശരീരത്തിലെ മാംസങ്ങളെല്ലാം തെറിച്ചു പോകുവാനിടയായി തീരും. ഓരോ ചാട്ടവാറിന്റെ അടി കിട്ടുമ്പോഴും ബോധം നഷ്ടപ്പെടാതെ രോമം കത്തിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവന് ശിക്ഷയേറ്റു. മുഷ്ടി ചുരുട്ടി അവന്റെ മുഖത്ത് ഇടിച്ചു. രോമങ്ങൾ പറിച്ചെടുത്തു. മുൾക്കിരീടം തലയിൽ തറച്ച് പച്ചപ്പൈമനം കൊണ്ടുള്ള കുരിശുണ്ടാക്കി യേശുവിന്റെ ചുമരിന്മേൽ വെച്ചു കൊടുത്തു. ചാട്ടവാർ കൊണ്ടടിച്ച് കണ്ടാൽ അറിയാൻ വയ്യാത്ത പോലെ വിരൂപമായി തീർന്ന യേശു വീട് എഴുന്നേറ്റും ഗോൽഗോഥായുടെ ഉരിമാറിൽ 2 കള്ളന്മാരുടെ നടുവിൽ കാലിലും പാണിയാൽ കുരിശിൽ വെച്ച് തറച്ച് ക്രൂശിക്കുവാനിടയായി തീർന്നു. ഇത്രയും പങ്കപ്പാടുകളും ശോഭകേടുകളും ഏറ്റിട്ടും ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ ബോധമൊന്നും നഷ്ടപ്പെട്ടു പോയില്ല. ക്രൂശിൽ പിടഞ്ഞു മരിക്കുവാൻ നേരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, പിതാവേ, ഇവർ ചെയ്യുന്നതൊന്നും ഇവരറിയാകയാൽ ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് പിതാവിന്റെ കരങ്ങളിൽ അവന്റെ പ്രാണനെ ഏൽപ്പിച്ചവൻ തോണിന്മേൽ തല ചായ്ച്ച് ക്രൂശിക്കുവാണ്ടക്കൊണ്ട് ഇവിടെയായി തീർന്നു. പ്രിയ സഹോദരി, അതാണ് ഞാൻ പറഞ്ഞത്. കർത്താവായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപത്തെ ചുമരിൽ വഹിച്ചവനാണ്. ലോകത്തിന്റെ സകല പാപവും അവന്റെ ചുമരിന്മേൽ അവൻ വഹിക്കുവാനിടയായി തീർന്ന കാരണമാ ഈ പങ്കപ്പാടുകൾ അവൻ സഹിച്ചത്. ഈ കഷ്ടതകൾ അവൻ ഏറ്റതിന്റെ കാരണം അതുകൊണ്ടാണ്. മനുഷ്യ, ഈ സത്യം നീ അറിഞ്ഞ് മടങ്ങി വരണം. ഈ സത്യം നിന്നെ സ്വതന്ത്രരാക്കി തീർക്കും. ധനവാനും ദരിദ്രനും ഈ ലോകത്തിലുള്ള സകല മനുഷ്യനും ആവശ്യമായ സന്ദേശമാണ് സത്യസുവിശേഷം. അത് ലോകത്തിന്റെ പാവത്തെ ചുമരിൽ വഹിച്ച സന്ദേശം, ലോകരക്ഷകനായ സ്നേഹത്തെ അത് അവൻ ചുമരിൽ വഹിച്ചുകൊണ്ട് കാൽവറിയിലേക്ക് അവൻ വീണുവെഴുന്നേറ്റ് നടന്നു കയറിയവൻ. എന്റെ നിങ്ങളുടെയും പാവത്തിനു വേണ്ടി തകർക്കപ്പെട്ടവൻ, എന്റെ നിങ്ങളുടെയും പാവത്തിനു വേണ്ടി അവസാനത്തുള്ളിൽ രക്തം ചീന്തി തന്നവൻ. അതേ സഹോദരി, ഈ പകൽക്കാലം, ഈ 2025 നമുക്ക് ദാനം നൽകി തന്ന ദിവസം, ഈ 2-ാം തീയതി പകൽക്കാലം ഈ 11 മണിക്ക് അവരെ ഈ സന്ദേശവുമായി ഈ ദേശത്ത് കടന്നു വരുവാൻ ദൈവം സാവകാശം നൽകി തരുന്നു. വേദോത്സവം ഇങ്ങനെ വിളിച്ചു പറയുന്നു, ചൂള പോലെ കത്തുന്ന ഒരു നാൾ വരുന്നു. അഹങ്കാരികളൊക്കെ ഈ ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും.
പേരും കൊണ്ട് ശേഷിക്കാതെ അവരെ ലഭിപ്പിച്ച് കളയുമെന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്താണ് ഈ ചൂള പോലെ കത്തുന്ന ദിവസം? അതേ പ്രിയപ്പെട്ടവരെ, ആ ദിവസം വരുവാൻ സമയമാകുന്നു. ആ ദിവസം നമുക്ക് കാണുവാൻ ദിവസങ്ങൾ അടുത്തു വരുന്നു. മനുഷ്യനെല്ലാം പരിഭ്രമത്തോടെ ഓടി അഭയം കണ്ടെത്തുവാൻ ഓടും. എങ്ങും അഭയം കണ്ടെത്തുവാൻ കഴിയാതെ മനുഷ്യൻ തീയിലേക്ക് വീണു പോകുന്ന ഒരു നാൾ വരുന്നു. അതാണ് ചൂള പോലെ കത്തുന്ന ദിവസം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ ദിവസത്തിന് വേണ്ടി ഈ ഭൂമിയിൽ കാത്തിരിക്കുമ്പോൾ നമ്മളൊരു സത്യം നമ്മൾ അറിയണം. യേശു എനിക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗാരോഹണം ചെയ്ത് അത് അവൻ പിതാവിന്റെ വലത്തുഭാഗത്ത് ഇന്ന് നമുക്ക് പക്ഷപാതം ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിയണം. അവനെ റോമ പടയാളികളെ ക്രൂശിച്ചു കൊലപ്പെടുത്തി. റോമ ഗവൺമെന്റിന്റെ അത് ചാട്ടവാറം കൊണ്ട് അടിച്ചു. അവൻ ക്രൂശിതനായി തീർന്നു. അവന്റെ ശവശരീരം അരിമത്യയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്തു. ആരാണ് യോസഫ്? റോമ ഗവൺമെന്റിന്റെ മന്ത്രിയായിരുന്ന യോസഫ് ഈ ശവശരീരം ഏറ്റുവാങ്ങി സുഗന്ധവർഗങ്ങൾ തളിച്ച് ആരെയും അടക്കിയിട്ടില്ലാത്ത പാറയിൽ വെട്ടി ഉറപ്പുള്ള കല്ലറയിൽ യേശുവിനെ അടക്കം ചെയ്തു. റോമ പടയാളികൾ അവിടെ കാവൽ നിന്നു. റോമ ഗവൺമെന്റ് മുദ്ര കല്ലറയിൽ പതിച്ചു. പ്രിയപ്പെട്ടവരെ, കല്ലറയ്ക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. റോമ പടയാളികൾക്ക് അവനെ ഒതുക്കുവാൻ കഴിഞ്ഞില്ല. ലോക സാമ്രാജ്യത്തിന് അവനെ ഒതുക്കുവാൻ കഴിയാതെ കല്ലറയെ പൊട്ടിച്ചവൻ മൂന്നാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് അവൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ലോകത്തിന്റെ വെളിച്ചമാകുന്ന ക്രിസ്തുവിന്റെ സന്ദേശം സകല മനുഷ്യരെയും രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായിത്തീരുന്നു. സകല മനുഷ്യരെയും പാപത്തിൽ നിന്ന് വീണ്ടെടുക്കുവാൻ ഇടയായിത്തീരുന്നു. അവൻ വിളിച്ചു പറഞ്ഞു, തന്റെ ജനത്തോട് അവൻ പിന്നെയും വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെയാകുന്നു വഴിയും സത്യവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്നുള്ള നിത്യ സന്ദേശം അവൻ ലോകത്തിന് കൈമാറിയെങ്കിൽ ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള സഹോദരരെ, യേശു വരുവാൻ പോകുന്നു. ലോകലക്ഷണങ്ങളെല്ലാം വിളിച്ചു പറയുന്നു. അന്ത്യനാളിലേക്ക് ലോകം എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഹിന്ദു പുരാണം പറയുന്നു ഇത് കലിയുഗ കാലമത്രേ. വേദപുസ്തകം പറയുന്നു ഇത് അന്ത്യനാളത്രേ. മനുഷ്യരെല്ലാ സൂചനകളും ദ്രവ്യാഗ്രഹങ്ങളും വന്നു പറയുന്നവരുമാകുന്നു. വാനത്തോടിരിക്കുന്ന മനുഷ്യൻ വിവേകഹീനനാകുമ്പോൾ അവൻ നശിച്ചു പോകുന്ന മൃഗങ്ങൾക്ക് തുല്യമത്രേ എന്ന് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ സകല മനുഷ്യനും പാപത്തിലേക്ക് വീണുകൊണ്ട് മൃഗങ്ങളെക്കാൾ അതപ്പതിച്ച് ലോകത്തിലേക്ക് മനുഷ്യനായി കഴിഞ്ഞു. എല്ലാ മനുഷ്യനെയും അതെ ചൂള പോലെ കത്തുന്ന ദിവസം വരുമ്പോൾ അതിനകത്ത് എരിച്ചു കളയുവാൻ യേശു പദ്ധതികൾ ഒരുക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കുക, മാനസാന്തരപ്പെടുക, മടങ്ങി വരിക. യേശുവിന്റെ അളവറ്റ സ്നേഹം നിങ്ങൾ അറിയുക. നിങ്ങൾക്ക് വേണ്ടി മരിച്ചവൻ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി നമ്മുടെ പാപത്തിന്റെ പരിഹാരത്തിനായി കാൽവറിയിൽ തകർക്കപ്പെട്ടവൻ. അവൻ നീതിയോടെ ലോകത്തെ ന്യായം വിധിക്കുവാൻ തക്കവണ്ണം വരുമെന്ന് പറഞ്ഞു. അതേ ചെയ്ത ഈ 66 പുസ്തകം സത്യവേദ പുസ്തകം 26 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ വേദപുസ്തകത്തിൽ വ്യക്തമായി ഇത് എഴുതി വെച്ചിട്ടുണ്ട്. അവൻ പോയതുപോലെ മടങ്ങി വരുമെന്ന്. അത് മാത്രമല്ല, ഈ വേദപുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അവൻ ജനിക്കുമെന്നും അവൻ മരിക്കുമെന്നും അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും ഈ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു. ഇനി അവൻ പോയതുപോലെ മടങ്ങി വരുന്ന ദിവസത്തെ കാത്തിരിക്കുകയാണ് ഒരു കൂട്ടം ജനങ്ങൾ. അതേ ചെയ്യണം. ഈ ലോകം നമുക്ക് സുരക്ഷിതമല്ല. ഈ ലോകം നമുക്ക് ശാശ്വതമല്ല. എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തെ സൃഷ്ടിച്ചവനായ കർത്താവ് വിളിച്ചു പറയുന്നു, ഞാൻ കടലിലേക്ക് കരയിളക്കുവാൻ പോകുന്നു. അതേ സഹോദരരെ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനായ നസറേയനായ യേശു അവൻ പറയുക, ഞാൻ കരയിളക്കും. ഭൂമി മക്കനെ പോലെ ചാഞ്ഞാലും ഭൂമി കാവൽമാനം പോലെയാടും. ഭൂമി കീറും പൊടുപട പൊട്ടും. ഇതൊക്കെ സംഭവിക്കുവാൻ കാലമായി. അന്ത്യനാളുകൾ അടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് മനുഷ്യനെല്ലാം
സ്വസ്ത്രീകളായി തീരുന്നത്. മൃഗത്തേക്കാൾ മനുഷ്യൻ അധപ്പതിച്ചു എന്ന് വേദപുസ്തകം വ്യക്തമായി പറയുമ്പോൾ സമാധാനം എവിടെയാണ് പ്രിയ സുഹൃത്തുക്കളെ? ഈ ലോകത്തിന്റെ എവിടെയാണ് സമാധാനം? കെട്ടുറപ്പുള്ള നല്ല ഭവനത്തിൽ നമ്മൾ സുരക്ഷിതരായി ജീവിക്കുന്നു എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സുരക്ഷിതരാണ്. കെട്ടുറപ്പുള്ള ഭവനമാണ്, സത്യമാണ്. പക്ഷേ മനുഷ്യൻ മൃഗത്തേക്കാൾ അധപ്പതിച്ചു കഴിഞ്ഞാൽ കെട്ടുറപ്പൊന്നും കാര്യമില്ല. ഈ കഴിഞ്ഞ ദിവസത്തെ വാർത്തകൾ നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. ഒരു ഭവനത്തിൽ ഒരു ഭാര്യയും ഭർത്താവും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കുഞ്ഞുങ്ങൾ പഠിക്കുവാനോ ജോലിക്കോ പോയ സമയത്ത് ഈ ഭർത്താവ് പുറത്തോട്ട് പോയി സാധനം ഏതാണ്ട് വാങ്ങുവാൻ. ഈ പ്രിയപ്പെട്ടവർ അടുക്കളയിൽ ആഹാര സാധനം പാചകം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി വന്ന് ഇവരെ വെട്ടി താഴെയിട്ടു. അവരുടെ ആഭരണങ്ങൾ ഊരിയെടുത്തു, അവരെ കൊലപ്പെടുത്തി. എവിടെയാണ് നമുക്ക് സുരക്ഷിത? പത്രവാർത്തകളൊക്കെ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഒരു ഭവനത്തിലെ 5 അംഗ സംഘം, 3 മക്കളും ഒരു ഭർത്താവും ഹോട്ടലിന്റെ മുറിയിൽ റൂം എടുത്ത് താമസിക്കുവാൻ കടന്നുപോയിട്ട് അപ്പനൂടെ സൈഡിൽ നിന്ന് ഈ 3 കുഞ്ഞുങ്ങളെയും തള്ളയും കൊലപ്പെടുത്തി. എവിടെയാ സമാധാനം? എവിടെയാ സുരക്ഷിതം? മനുഷ്യ, ഈ മണ്ണിൽ എവിടെയാണ് നമുക്ക് സുരക്ഷിതം ഉണ്ടാകുന്നത്? ലോകത്തിന്റെ പാപത്തെ ചുമലിൽ വഹിച്ചവനായ കർത്താവ് പറഞ്ഞു, ഈ ലോകം സുരക്ഷിതമല്ലെന്ന്. ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അന്നാളിൽ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകുമെന്ന് പറഞ്ഞു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെ തീപ്പൊയിൽ പള്ളിയിടുമെന്ന് പറഞ്ഞു. ഇന്ന് താങ്കൾ മരിച്ചാൽ താങ്കളുടെ ആത്മാവിന് സുരക്ഷിതം എവിടെയാണ്? താങ്കളുടെ ആത്മാവിന് എവിടെയാണ് സമാധാനം? താങ്കളുടെ ആത്മാവ് എവിടെയാണ് വിശ്രമിക്കുന്നത്? നമ്മളത് അറിയണം പ്രിയരേ. ഈ ലോകത്തിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ട സത്യമാണ്, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രമേ ഉള്ളൂ. അത് നിലച്ചു പോയി കഴിഞ്ഞാൽ പുറത്തോട്ട് വിടുന്ന ശ്വാസം അകത്തോട്ട് എടുക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ അവൻ മരിച്ചു പോകും. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ ജീവിതം. മനുഷ്യന്റെ ആയുസ് പുല്ലുപോലെയാകുന്നു. വയലിലെ പൂ പോലെ അത് പൂക്കുന്നു, സൗന്ദര്യം വെക്കുന്നു, അത് വളരുന്നു. എന്നാൽ സൂര്യപ്രകാശത്തിന്റെ ചൂട് തട്ടുമ്പോൾ അത് കരിഞ്ഞു പോകുന്നു. മനുഷ്യനെ കുറിച്ച് വേദപുസ്തകം ഉപമിച്ചിരിക്കുന്ന കാര്യമാണത്. മനുഷ്യന്റെ ജീവിതം അത്രയേ ഉള്ളൂ ഈ ഭൂമിയിൽ ജീവിക്കുന്നത്. ഏറിയ 70 അല്ലെങ്കിൽ 80 വയസ്സ് വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും, അല്ലെ 100 വയസ്സ് വരെ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കും. നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പോകും, നമ്മുടെ ഓർമ്മ നഷ്ടപ്പെട്ടു പോകും. നമ്മൾ സുരക്ഷിതല്ല, നമുക്ക് ജീവിക്കുവാൻ ബുദ്ധിമുട്ട് വരും. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരു പക്ഷേ നമ്മളോട് കൂടെ എപ്പോഴും കണ്ടെന്ന് വരികയില്ല. കണ്ടെന്ന് വന്നാലും എന്താണ് കാര്യം? നമ്മൾ ഇന്ന് വാർത്തകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. കഷ്ടപ്പെട്ട് പട്ടിണി കിടന്ന് തന്റെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ച് വലുതാക്കി അവരെ നല്ല സ്ഥാനത്ത് എത്തിക്കുവാൻ തക്കവണ്ണം വെമ്പൽ കൊണ്ട മാതാപിതാക്കൾ ഒത്തിരി സ്വപ്നത്തോടുകൂടി, ഒത്തിരി ആത്മവിശ്വാസത്തോടുകൂടി കുഞ്ഞുങ്ങളെ അവർ പോറ്റി പുലർത്തി വളർത്തി പഠിപ്പിച്ചു വലുതാക്കി അന്യരാജ്യങ്ങളിൽ ജോലിക്കയക്കും. പക്ഷേ ഈ മാതാപിതാക്കളെ നോക്കുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. മാതാപിതാക്കൾ അവർക്ക് ബാധ്യതയായി തീരുന്നു. മാതാപിതാക്കളെ സംരക്ഷിക്കുവാൻ അവർക്ക് കഴിയാതെ വരുന്നു. മാതാപിതാക്കൾ മാത്രം ഭവനത്തിൽ ആയിരിക്കുമ്പോൾ, അവത്തിനൊരാൾ നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, ഒരാൾ ശേഷിച്ചു കഴിയുമ്പോൾ എന്ത് ദുഃഖമായിരിക്കും. നമ്മൾ ഇന്ന് കാണുന്ന അനുഭവങ്ങളാണ്. എനിക്കറിയാം ഒത്തിരി വീടുകളെ കുറിച്ച്. പിന്നെ അവരുടെ ജീവിതം എവിടെയാണെന്ന് അറിയാമോ പ്രിയ സൈത? അവർ യൗവനകാലത്തിൽ
സ്വരുക്കൂട്ടി ഉണ്ടാക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഭവനവും ഭവനത്തിലുള്ള ഒരു ദേശക്കാരെയും വിട്ടിട്ട് അവർ പിന്നെ യാത്ര ചെയ്യുക. അവരെ പിന്നെ എവിടെയാക്കുന്നത്? കണ്ണുനീരോട്, നിറകണ്ണുകളോട് അവർ ആ ഭവനത്തെ നോക്കി വിട പറയുക. അനാഥ മന്ദിരങ്ങളിലും വഴിയമ്പലങ്ങളിലും ആ ഒരാളെ കൊണ്ടാക്കും. എവിടെയാണ് സുരക്ഷിതം? നീ പെറ്റു വളർത്തി വലിയ സ്വപ്നത്തോടുകൂടെ വളർത്തിയ കുഞ്ഞുങ്ങൾക്ക് നിന്നെ നോക്കുവാൻ കഴിയുന്നില്ല. എന്റെ യേശു പറഞ്ഞു, ലോകാവസാനത്തോടും എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന് പറഞ്ഞവൻ യേശു ക്രിസ്തു മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു മത നേതാക്കന്മാർക്കും അത് പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഉന്നതന്മാർക്കും അത് പറയുവാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ശ്രേഷ്ഠന്മാർക്കും അത് പറയുവാൻ കഴിഞ്ഞിട്ടില്ല. അത് പറയുവാനുള്ള പ്രാഗൽഭ്യമില്ല സുഹൃത്തെ. യേശുവിന് മാത്രമേ അത് പറയുവാൻ പ്രാഗൽഭ്യമുള്ളൂ. എന്താണെന്ന് ചോദിച്ചാൽ, ലോകരക്ഷകനായ കർത്താവ് മനുഷ്യന്റെ പാപത്തിനു വേണ്ടി കാൽവറിയിൽ കാലിനും പാടിയാൽ തറയ്ക്കപ്പെട്ട അവസാനത്തിന്റെ രക്തവും ചീന്തി തന്നിട്ടും അവൻ മനുഷ്യനോട് കരുണ കാണിച്ചു, മനുഷ്യനോട് ദയ കാണിച്ചു, മനുഷ്യന്റെ പാപങ്ങളെ ക്ഷമിച്ചു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടെന്ന്. അതേ സഹോദരി, എല്ലാവരും നമ്മളെ കൈവിടും, എല്ലാവരും നമ്മളെ തള്ളിക്കളയും, നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു പോകും, നമ്മുടെ ബുദ്ധി മറഞ്ഞു പോകും. നമുക്ക് സുരക്ഷിതം ഈ ഭൂമിയിലെങ്ങും ഉണ്ടാകുകയില്ല. അതുകൊണ്ടാണ് ബലൂസം പറഞ്ഞത്, ഏറിയാൽ 70 അല്ലേ 80 വയസ്സ് മാത്രമേ ഈ ഭൂമിയിൽ നമുക്ക് ജീവിക്കാവൂ. അത് കഴിയുമ്പോൾ നമ്മൾ ഇവിടം വിട്ടു പോകണം. സകല മനുഷ്യനും മരണമുണ്ട്. മരണത്തോടുകൂടെ മനുഷ്യന് ന്യായവിധിയും കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. സകല മനുഷ്യനും മരിക്കും. പ്രിയ സുഹൃത്തേ, മരണാനന്തരം ഒരു ജീവിതം നമുക്കുണ്ട്. നമ്മുടെ ആത്മാവ് വസിക്കുവാൻ തക്കവണ്ണം, വിശ്രമിക്കുവാൻ തക്കവണ്ണം ഒരിടമുണ്ട്. നിത്യത നമുക്ക് അവിടെ ചെന്നെത്തുവാൻ കഴിയുമോ? വേറൊരു സ്ഥലവും ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ സ്ഥലത്ത് നമ്മൾ പോകണമെങ്കിൽ നമ്മൾ ഒരു നിയമങ്ങളും പാലിക്കണ്ട. നമ്മൾ ഇങ്ങനെ യാത്ര ചെയ്തു പോയാൽ മതി. ഈ ലോകത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്നതിലൂടെ ചെയ്താൽ മതി. അങ്ങനെ ഒരു സ്ഥലമുണ്ട്, യാതനാ സ്ഥലം. പല്ലുകളിയും കരച്ചിലുമുള്ള ഗന്ധവും പുഴുവും അടങ്ങിയിരിക്കുന്ന ഒരു സ്ഥലം, എപ്പോഴും തീച്ചൂള കത്തി നിൽക്കുന്ന ഒരു സ്ഥലമാണത്. പ്രിയരെ, നമ്മൾ ഈ ഭൂമിയിൽ അല്പസമയം ജീവിച്ച്, നമ്മുടെ ചെറിയ ആയുസ് ജീവിച്ച്, കർത്താവിന്റെ രക്ഷയെ കുറിച്ച് അറിഞ്ഞ് നമ്മൾ ഈ ഭൂമിയുടെ വരപ്പിൽ നിന്ന് മാറ്റപ്പെട്ടു പോയാൽ നമുക്കൊരു സമാധാനമുണ്ട്. ഇന്ന് ഞാൻ മരിച്ചാൽ എന്റെ ആത്മാവ് നമ്മുടെ ഭവനത്തിലേക്ക് മടങ്ങി ചെല്ലും. എവിടാണ് നമ്മുടെ ഭവനം? യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ് പാലസ്തീന്റെ പച്ചമണ്ണിൽ നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു. ഞാൻ ഇരിക്കേണ്ടടുത്ത് നിങ്ങളെ ഇരുത്തുവാൻ സ്ഥലമൊരുക്കി ഞാൻ മടങ്ങി വരും. അതേ പ്രിയപ്പെട്ടവരെ, അവൻ മടങ്ങി വരുവാൻ പോകുന്ന ആ സന്ദേശം ഇന്ന് ഈ ദേശത്തോട് അറിയിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നോർത്ത് സ്തോത്രം ചെയ്യുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. സുവിശേഷം എന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുയേശുവിന്റെ സന്ദേശമത്രേ സത്യസുവിശേഷം. ഇത് നരഭോജികളെ നരസ്നേഹികളാക്കി തീർക്കുന്നു, കൊലയാളിയെ കുഞ്ഞാടാക്കി തീർക്കുന്നു, കഴിവില്ലാത്തവനെ കഴിവുള്ളവനാക്കി തീർക്കുന്നു. അതേ സ്നേഹിത, ഈ സുവിശേഷം കേട്ട് അനേകരുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാൻ ഇടയായി തീരുന്നുവെന്ന് നമുക്ക് വ്യക്തമായി കാണുവാൻ കഴിയുന്നു. കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും, ഓരോ രാജ്യങ്ങളിൽ മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന രാജ്യങ്ങളുണ്ട്. അതേ സ്നേഹിത, ആ രാജ്യത്തൊക്കെയും മിഷനറിമാർ വന്ന് അവർ സുവിശേഷം പറഞ്ഞ് അവർ അവരെ നല്ല വ്യക്തിത്വമാക്കി തീർത്തു. അതേ സ്നേഹിതരെ, അനേക മിഷനറിമാർ അവർ രക്തം ചീന്തി അവർ മരിച്ച് അവർ അനേകരെ നേടുവാൻ തക്കവണ്ണം സത്യം അറിയിപ്പിക്കുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, ഈ സുവിശേഷത്തിന്
നിന്നെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയും. ഈ സുവിശേഷത്തിൽ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ കഴിയും. നീ വിശ്വസിക്കണം. യേശു രാജാതിരാജാവായി വരുമ്പോൾ, അവൻ നീതിയോടെ ന്യായം വിധിക്കുമ്പോൾ എന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകുമോ എന്ന് ഈ ഭൂമിയിൽ താങ്കൾ ജീവിച്ചിരിക്കുമ്പോൾ അറിയേണ്ട സത്യമാണ്. അതേ പ്രിയപ്പെട്ടവര്, മരണാനന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ കൊണ്ട് നമ്മളെ നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയത്തില്ല. മതനേതാക്കന്മാർക്കും രാഷ്ട്രീയക്കാർക്കും അതെ സമ്പന്നന്മാർക്കും ഒന്നും നമ്മളെ നിത്യതയിൽ പ്രവേശിക്കുവാൻ ഇടയാകത്തില്ല. പ്രിയപ്പെട്ടവരെ, യേശുവിന്റെ കൽപ്പന പ്രമാണിക്കുന്നവന്റെ മക്കൾക്ക് നിത്യത അവകാശമായി തീരും. അതേ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ ജീവിച്ച് ധനവും സമ്പത്തും ഉണ്ടാക്കി ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുമ്പോൾ കേടാത്ത തീയും ചാങ്ങാത്ത മുഴുവുമുള്ള നിത്യാഗ്നിയിലേക്ക് വീഴാതെ നീ മടങ്ങി വരിക. നിന്റെ പണത്തിന് നിന്നെ രക്ഷയിലേക്ക് നടത്തുവാൻ സാധ്യമാകത്തില്ല. നിന്റെ സമ്പത്തിന് നിന്നെ നിത്യതയിൽ കൊണ്ടെത്തിക്കുവാൻ കഴിയയില്ല. ഇതൊക്കെ അഴിഞ്ഞു പോകുന്ന സാധനമത്രേ. ഈ ഭൂമിയിൽ ഒന്നും സുരക്ഷിതമില്ലാതെ ആകുവാൻ പോകുന്നു. നിന്റെ പണം കൊണ്ട് നിനക്ക് ഉപയോഗിക്കുവാൻ കഴിയാത്ത ദിവസം വരുന്നു. അതേ പ്രിയപ്പെട്ടവരെ, 26 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയ സത്യത്തിൽ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്: യാതിയോടും രാജ്യത്തോടും എതിർക്കും, ക്ഷാമമുണ്ടാകും, ഭൂകമ്പമുണ്ടാകും, യുദ്ധമുണ്ടാകും. ഇതൊക്കെ ഈ ലോകത്തിൽ കൊടുമ്പിരി കൊണ്ട് നിൽക്കുമ്പോൾ, വള്ളിക്കും പുള്ളിക്കും വ്യത്യാസമില്ലാതെ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ എവിടെയാണ് സുരക്ഷിതമുള്ളത്? നമ്മൾ എവിടെ നോക്കിയാലും നമുക്ക് കാണുവാൻ കഴിയും, ലോക രാജ്യങ്ങളിൽ വർഷങ്ങളായി യുദ്ധം നടക്കുന്ന രാജ്യങ്ങൾ. അതേ ചെയ്ത എല്ലാവരും ഒപ്പുവെച്ച് കരാറിൽ സമാധാനത്തിനു വേണ്ടി. എവിടെയാണ് സമാധാനം? ഇന്ന് യുദ്ധങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരാഴ്ച മുഴുവനും അവർ സമ്പാദിച്ചു കൂട്ടിയത് മുഴുവനും അതെ ചാമ്പലാക്കി കളഞ്ഞിരിക്കുന്നു. എവിടെയാ സുരക്ഷിതം? ഒരിച്ചു വെള്ളത്തിനു വേണ്ടി, ഇച്ചിരി ഭക്ഷണത്തിനു വേണ്ടി വഴിയറമ്പിൽ നിൽക്കുമ്പോൾ വെടിവെച്ചവനെ കൊല്ലുന്നു, ബോംബിട്ട് കൊല്ലുന്നു. സ്വന്തം പ്രാണനെ രക്ഷിക്കുവാൻ അയൽ രാജ്യത്തേക്ക് പാലായനം ചെയ്യുവാൻ നോക്കുമ്പോൾ അവരെയും മൃഗീയമായി പീഡിപ്പിക്കുന്നു. എവിടെയാ സ്നേഹിത സുരക്ഷിതം? ഈ ലോകത്തിന്റെ ഏത് കോണിലാണ് സുരക്ഷിതം? ഈ ലോകത്തിന്റെ ഏത് ഭാഗത്താണ് സുരക്ഷിതം? മനുഷ്യ, നീ സത്യം അറിയണം. സത്യം നിന്നെ സ്വതന്ത്രരാക്കും. വേദപുസ്തകം വിളിച്ചു പറയുന്നു, മറ്റൊരുത്തരിൽ രക്ഷയില്ല. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ മനുഷ്യരുടെ നൽകപ്പെട്ട ഏക സത്യനാമം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമമത്രേ. അതെന്താണെന്ന് ചോദിച്ചാൽ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാളിൽ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത യേശുവിന്റെ സ്നേഹം. അതേ പ്രിയപ്പെട്ടവരെ, അവൻ ഈ ലോകത്തിൽ വന്നു നമുക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു നിന്ന് സഹിച്ചു. അവന്റെ അവസാനത്തിനുള്ളിൽ ഏറ്റവും നമുക്ക് വേണ്ടി ഊറ്റി തന്ന് ദൈവത്തിന്റെ കുഞ്ഞാണ്. അവൻ പോയതുപോലെ മടങ്ങി വരും. അതുകൊണ്ടാണ് യേശുവിനെ തെരുവുകളിലും ഗ്രാമങ്ങളിലും പട്ടണങ്ങളിൽ ലജ്ജകൂടാതെ പ്രസംഗിക്കുന്നതിന്റെ കാരണം അവൻ പോയതുപോലെ വരും. അതേ പ്രിയപ്പെട്ടവരെ, പാപത്തിൽ കടന്ന മനുഷ്യനെ വീണ്ടെടുക്കുവാൻ യേശുവിന് മാത്രമേ കഴിയുള്ളൂ. അല്ലാതെ ആരെ കൊണ്ട് കഴിയത്തില്ല. എവിടെ നമ്മൾ പോയാലും അത് നമുക്ക് നിവർത്തിക്കുവാൻ സാധ്യമല്ല. നേർച്ചകളും അർപ്പണങ്ങളും തർപ്പണങ്ങളും നരബലിയും ഒക്കെ മനുഷ്യൻ ചെയ്ത് സമാധാനം കണ്ടെത്തുവാൻ മനുഷ്യൻ നോക്കുമ്പോൾ എവിടെയാ പ്രിയ സുഹൃത്തെ സമാധാനം? എവിടെയാ പ്രിയ സൈനിക സമാധാനം? ലോകത്തിന്റെ പാപത്തെ ചുമന്ന യേശുവിന്റെ മക്കൾ സമാധാനമുണ്ട്. മടങ്ങി വന്നാൽ നിനക്ക് അനുഭവിക്കുവാൻ കഴിയും. അല്പനിമിഷം ഈ ഭൂമി ജീവിക്കുമ്പോൾ യേശുവിന്റെ അളവറ്റ സ്നേഹം നീ അറിയുവാനിടയായി തീരണം. അതേ സൈനികരെ, അവൻ നമുക്ക് വേണ്ടി മരിച്ചെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി ഉയർത്തെഴുന്നേറ്റെങ്കിൽ, അവൻ നമുക്ക് വേണ്ടി സ്വർഗാരോഹണം ചെയ്തെങ്കിൽ, അവൻ പോയതുപോലെ മടങ്ങി വരുമ്പോൾ അവന്റെ രാജ്യത്ത് പോകുവാൻ നമുക്ക് കഴിയുമോ? അവൻ നമുക്ക് ഒരുക്കുന്ന ഒരു രാജ്യമുണ്ട്. നമ്മൾ ഇവിടെ വിട്ടു പോകണം. നമ്മൾ പരദേശികളെ അല്പനിമിഷത്തേക്ക് ജീവിക്കുവാൻ ഈ ഭൂമിയുടെ വരപ്പിൽ നമ്മൾ അല്ലലിയ നമുക്ക് ജീവൻ നൽകി തന്നതാ. നിന്റെ പേർ വിളിക്കുമ്പോൾ നീ പോയേ മതിയാകത്തുള്ളൂ. നീ എത്ര ധനവാനായാലും ശ്രേഷ്ഠനായാലും പോയേ മതിയാകത്തുള്ളൂ.
ഗ്രീക്ക് സാമ്രാജ്യം മുഴുവനും വെട്ടിപ്പിടിച്ച അലക്സാണ്ടർ ചക്രവർത്തി അതേ ചെയ്ത ഗ്രീക്ക് സാമ്രാജ്യം വെട്ടിപ്പിടിച്ചിട്ട് അദ്ദേഹം ഇരമ്പിയാടുന്ന സമുദ്രത്തിന്റെ അരികിൽ വന്ന് പറഞ്ഞു, ഈ സമുദ്രമേ, നീ ഒരു സമഭൂമിയായിരുന്നുവെങ്കിൽ നിന്നെ ഞാൻ വെട്ടിപ്പിടിക്കുമായിരുന്നെന്ന് വെല്ലുവിളിച്ചു പറഞ്ഞു. പക്ഷേ 33 വയസ്സിൽ അദ്ദേഹത്തെ ഈ ഭൂമിയുടെ വരപ്പിൽ നിന്നെടുത്ത് തമ്മിൽ ദൂരക്കളഞ്ഞു. മരണമില്ലെന്ന് പറഞ്ഞ മനുഷ്യൻ, മരണത്തെ ഭയമില്ലാത്ത മനുഷ്യൻ, അനേക മനുഷ്യനെ പെടലി കണ്ടെച്ച് രക്തപ്പുഴ ഉണ്ടാക്കിയ മനുഷ്യൻ, അതേ ചെയ്ത അദ്ദേഹം യേശുവിന്റെ അരികിൽ വെല്ലുവിളിച്ചു. അവൻ അല്പ നിമിഷം മാത്രമേ പിന്നെ ജീവിതം ഉണ്ടായിരുന്നുള്ളൂ. ചെയ്തരെ അവന് മരണത്തോട് നോ പറയുവാൻ കഴിഞ്ഞില്ല. മരണം അവനെ പിന്തുടർന്നു. മരണം നമ്മുടെ സ്നേഹിതനാ, പ്രിയ സ്നേഹിതരെ. മരണം നമ്മളോട് കൂടെയുണ്ട്. എപ്പോഴാണെന്ന് നിശ്ചയമില്ല. സകല മനുഷ്യനും മരണമുണ്ട്. ഇപ്പോൾ കാണുന്ന മനുഷ്യനെ അടുത്ത നിമിഷം കാണാമെന്ന് പറയുവാൻ ഉറപ്പുള്ളവരാരുണ്ട് ഈ ഭൂമിയിൽ? മരണത്തെ, അതേ സ്തോത്രം, ഞാൻ പിന്നെ വരാമെന്ന് മരണത്തോട് പറയുവാൻ അധികാരമുള്ളവൻ ആരുണ്ട് ഈ ലോകത്തിൽ? ആരെങ്കിലും ഉണ്ടോ ഈ സൈവരെ? മരണം നിന്നെ പിന്തുടരുമ്പോൾ ആ പാട്ടുകാരൻ ഇങ്ങനെ പാടി, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, മരണം വാതിൽക്കലൊരു നാൾ മഞ്ചലുമായി വന്നു നിൽക്കുമ്പോൾ, ചിറകടിച്ചെങ്കൂട് തകരും നേരം ജീവജലം തരുമോ, ദാഹജലം തരുമോ? ചിറകടിച്ചെങ്കൂട് തകരും നേരം ദാഹജലം തരുമോ, ജീവജലം തരുമോ? പ്രിയ സുഹൃത്തേ, കൂട് തകർന്നൊരു നാൾ വരുന്നുണ്ട്. എപ്പോഴാണെന്ന് നിശ്ചയമില്ല. നീ ചെന്ന് വീഴുന്നത് ഗന്ധകം കത്തുന്ന തീപ്പോയിലാകല്ലേ. സത്യം നീ അറിഞ്ഞ് മടങ്ങി വന്ന് ജീവരക്ഷ പ്രാപിച്ചവരുടെ കൂട്ടത്തിൽ നീ എണ്ണപ്പെട്ടാൽ എന്റെ കർത്താവ് മേഘാരൂഢനായി കോടാനുകോടി ദൂതഗണങ്ങളുടെ അഹമ്മടിയോട് മേഘങ്ങളിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ നിനക്കും എന്റെ കർത്താവിനോട് കൂടെ പന്തിയിൽ ഇരിക്കുവാൻ അവസരമുണ്ട്. ഏത് ഭാഷക്കാരനായാലും, ഏത് ജാതിക്കാരനായാലും, ഏത് ഗോത്രക്കാരനായാലും, മനുഷ്യ രക്ഷകനെ നീ പിൻപറ്റിയാൽ നിനക്ക് അവനോട് കൂടെ ഇരിക്കുവാനുള്ള അധികാരമുണ്ട്. അവനാണ് ദൈവത്തിന്റെ മക്കൾ, അവനാണ് ക്രിസ്ത്യാനി. അതേ ചെയ്ത ഈ യേശുവിന്റെ സ്നേഹം ആരും അവഗണിച്ച് കളയരുത്. ഇതൊരു മുന്നറിയിപ്പാണ് ഈ സഹോദരി. അന്ത്യനാളിൽ ലോകത്തോട് മുഴുവനും വിളംബരം ചെയ്തുകൊണ്ട് മകനെ മിനിസ്ട്രിയുടെ ആഭിമുഖ്യത്തിൽ ഞങ്ങൾ സഹോദരന്മാർ എല്ലാ ഭാഗങ്ങളിലും സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതേ ചെയ്ത ഭയമില്ലാതെ, ലജ്ജയില്ലാതെ മരിച്ചടക്കപ്പെട്ട യേശുവിന്റെ സന്ദേശം ലോകത്തോട് വിളംബരം ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് ആവേശമാണ്. എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിൽ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ കഴിവുകൊണ്ടോ ശാസ്ത്രത്തിന്റെ തെളിവുകൊണ്ടോ ജനിച്ചവനെ അല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അതെ, പാപമില്ലാതെ ജനിച്ച കർത്താവായ യേശു ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതുകൊണ്ടാണ്. മരിച്ചവടെ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പാലസ്തീന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. അതേ സഹോദരി, ആ യേശുവിനെയാണ് ഈ വഴിയോരങ്ങളിൽ ഞങ്ങൾ ഉയർത്തി കാണിക്കുന്നത്. അതെ, രൂപാന്തരപ്പെടുവാൻ മനസ്സുള്ളവർ രൂപാന്തരപ്പെടട്ടെ. വേദപുസ്തകം പറയുന്നവര് ചെവിയുള്ളവൻ കേൾക്കട്ടെ. മടങ്ങി വരുവാൻ നിന്റെ മുമ്പിൽ അവസരമുണ്ട്. താങ്കളുടെ സമ്പത്തോ, താങ്കളുടെ പണമോ, താങ്കളുടെ വെള്ളിയോ പൊന്നോ നിന്നെ നിത്യതയിൽ കൊണ്ട് എത്തിക്കത്തില്ല സുഹൃത്തേ. മദ്യവും മയക്കുമരുന്ന് സുലഭമായി ലഭിക്കുന്ന നമ്മുടെ കൊച്ചു കേരളത്തിൽ എവിടെയാണ് സമാധാനം? എങ്ങും സമാധാനമില്ല. അല്പനിമിഷത്തെ സുഖത്തിനു വേണ്ടി മയക്കുമരുന്നിലും മദ്യത്തിന് അടിമകളാകുന്ന എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ളവരെ, അടുത്ത സെക്കൻഡിൽ ഇരുളിലേക്ക് നീ മറഞ്ഞു പോകും, പാപത്തിലേക്ക് നീ വീണു പോകും. പാപം ചെയ്യാതെ മടങ്ങി വരിക. മദ്യത്തിനും മയക്കുമരുന്നിനും നിന്നെ പാപത്തിന്റെ കരങ്ങളിൽ അത് നിന്നെ പിടിക്കപ്പെടുവാനിടയായി തീരും. ഇരുളിലേക്ക് നീ മറഞ്ഞു പോകും. അതിനു മുമ്പ് യേശുവിന്റെ അളവറ്റ സ്നേഹം നീ അറിഞ്ഞ് മടങ്ങി വരണം. താങ്കൾ ആരായിരുന്നാലും, എവിടെ ജനിച്ചാലും,